ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈ സ്വീറ്റിയറിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് യൂനാണെങ്കിൽ കുടിച്ചു ബോധമില്ലാതെ ചോയിയുടെ ചെവി ജെല്ലി എന്ന് പറഞ്ഞ് കടിക്കുന്നത് വരെയാണ്. അതിനുശേഷം ചോയി ആണെങ്കിൽ എങ്ങനെയൊക്കെയോ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യൂനെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിട്ട് അവനും ഒരു സൈഡിലോട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയം യൂൻ ബെഡിൽ കിടന്നിട്ട് പറയുകയാണ്, നീ എങ്ങനെയാണ് ഈ എല്ലാത്തിനും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്? നീ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ലോറ ഡൈനിങ് ഒരിക്കലും നിൻ്റേതാകാൻ ഞാൻ സമ്മതിക്കില്ല. അതെപ്പോഴും എൻ്റേതായിരിക്കും, അതുപോലെ ജെല്ലിയും എൻ്റെ ആയിരിക്കും എന്ന് അവൻ പറയുന്നുണ്ട്. ജെല്ലി എന്ന് കേട്ടുടനെ ചോയ്ക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. കാരണം ആദ്യം അവൻ ജെല്ലി ജെല്ലി എന്ന് പറഞ്ഞല്ലേ അവൻ്റെ ചെവി വന്ന് കടിച്ചത്. വീണ്ടും കടി കിട്ടുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് അവനാണെങ്കിൽ പോയൊരു മാസ്ക് എടുത്തുകൊണ്ട് വന്ന് യൂനിന് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവനും കിടന്നുറങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അടുത്ത സീനിൽ നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. യൂൻ എണീറ്റ് നോക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു മാസ്ക് ഇരിക്കുന്നു. അവ പിന്നെ അത് വലിയ കാര്യമാക്കാതെ അങ്ങോട്ടെടുത്ത് മാറ്റിയിടുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് അവിടെ ചോയ് നിന്ന് കുക്ക് ചെയ്യുന്നത് കാണുന്നത്. അവനാണെങ്കിൽ നല്ല എൻജോയ് ചെയ്താണ് അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചോയിനെ കുറച്ച് നേരം യൂൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് ഷൂസൊക്കെ ഇട്ടിട്ട് വരികയാണ്. അതും അവൻ കാണാതെ പോകണമെന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. പക്ഷേ എല്ലാം തകർന്നു പോകുന്നുണ്ട്. ചോയ് അവനെ കാണുന്നു. കണ്ടുടനെ ചോദിക്കുന്നു, നീ എണീറ്റോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ ഞാൻ എണീറ്റു എന്ന്. യൂൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ചോയ് ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ യൂൻ ചോദിക്കുന്നു, അല്ല ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ ചോയ് പറയുന്നു, നീ എങ്ങനെ ഇവിടെ വന്നു എന്നോ, അത് നീ തന്നെ പറയാൻ. അപ്പോൾ യൂൻ ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, മിസ്റ്റേക്കോ, എന്ത് ടൈപ്പ് മിസ്റ്റേക്ക് എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അടുത്ത ടൈം തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അവിടെ എന്നെ ഇട്ടിട്ട് പോകാൻ നോക്കിയാൽ മതി, ചുമ്മാ നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അതുപോലെ പിന്നെ ഞാൻ പോകുന്നെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ചോയ് ആണെങ്കിൽ യൂനിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് റെഡിയാവും, നീ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ചോയ് ആണെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നു. യൂനാണെങ്കിൽ വാഷ്റൂമിലേക്കും പോകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്ന സമയത്ത് കുറച്ച് ബുക്ക് കാണുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ ബുക്കെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു ബുക്കിനകത്ത് കുറേ റെസിപ്പീസ് എഴുതിയേക്കുന്നത് കാണുന്നു. അവനത് വായിച്ച് നോക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ചോയ് അവൻ്റെ അടുത്ത് ഫുഡ് റെഡിയായി, വാ കഴിക്കാമെന്ന്. അങ്ങനെ അത് കേട്ടിട്ട് അവനാണെങ്കിൽ ചോയിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ആ ഫുഡിൽ എന്തൊക്കെയോ കുറവുള്ളതുപോലെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് പോയി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളൊരു ഫുഡാക്കി മാറ്റുന്നുണ്ടത്. എന്നിട്ട് അത് ചോയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ആ ശരിയാ, നേരത്തേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ തന്നെയെന്ന്. അങ്ങനെ പിന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. അടുത്ത സീനിൽ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചോയ് ആണെങ്കിൽ അവനോട് ചോദിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ യൂൻ പറയുന്നു, ഇല്ല, കാരണം ഒരുമിച്ച് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് പോകാനുള്ള അത്ര റിലേഷൻഷിപ്പൊന്നും നമുക്കിടയിലില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ അത് ശരിയാണ്, നമുക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പൊന്നും ഇല്ല, അതുകൊണ്ട് നീ പറയുന്നത് ശരിയാണെന്ന്. എന്നിട്ട് ചോയ് ആണെങ്കിൽ കാറിലേക്ക് കയറുന്നുണ്ട് പോകാനായിട്ട്. എന്നിട്ട് ചോയ് ആണെങ്കിൽ കാർ റിവേഴ്സ് എടുത്തിട്ട് യൂനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ മടിച്ച് കാറിനകത്ത് കയറുന്നുണ്ട്. യൂൻ കാറിനകത്ത് കയറിയതിന് ശേഷം ചോയ് ആണെങ്കിൽ യൂട്യൂബ് ക്ലാസ് ഇടുന്നുണ്ട്. മറ്റൊന്നിൻ്റെ എല്ലാം കുക്കിങ്ങിനെ പറ്റിയുള്ളതാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ കൂടുതലും കുക്കിങ്ങിനെ പറ്റി പഠിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് വഴിയും അതുപോലെ യൂട്യൂബ് ക്ലാസ്സൊക്കെ കേട്ടാണെന്ന്. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ ജെയിംസ് ആണെങ്കിൽ കരഞ്ഞ് അവിടെ ഇരുന്ന് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് യൂൻ വരുന്നുണ്ട്. അവനെന്തോ ഡെസേർട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ജെയിംസിന് കൊടുക്കുന്നുണ്ട്. അവനത് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നു, ആ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്ത് കൈപുണ്യമാ യൂൻ നിനക്കെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചോയ് വരുന്നുണ്ട്. ജെയിംസ് ചോയിയെ കണ്ടിട്ട് ചോദിക്കുന്നു, അല്ല ചോയ്, നീ പുതിയ ഡിഷൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കസ്റ്റമർ വരുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കി കൊടുക്കണം, അത്രയേ ഉള്ളെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അവിടെ നിന്ന് പോയതിന് ശേഷം യൂനോട് ജെയിംസ് പറയുകയാണ്, ഷെഫ് യൂൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാൻ ചോയിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആ സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അയാൾ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ഷെഫുകൾ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയും തൻ്റെ സ്വന്തം റെസിപ്പിയാണെന്നുള്ള രീതിയിൽ അയാൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവസാനം നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ റെസിപ്പി അയാൾ കോപ്പി അടിച്ചുകൊണ്ട് പോകുമെന്നാണെന്ന്.
ഇവർ സംസാരിക്കുന്നതെല്ലാം മാറി നിന്ന് ചോയ് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവിടെ യൂനാണെങ്കിൽ അന്ന് ഒരു റെസിപ്പി ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ചോയ് എഴുതി വെച്ച, അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ ജെയിംസിനോട് പറയുന്നു, എന്തായാലും നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം റൂമേഴ്സ് ആയിരിക്കും, അല്ല സത്യമാകാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ജെയിംസ് ചോദിക്കുന്നു, അതെങ്ങനെ നിനക്കറിയാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊക്കെ എനിക്കറിയാം, അതുമാത്രമല്ല ഞാൻ എന്തായാലും അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആയിരിക്കില്ല ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ചോയ്ക്കായാലും മറ്റാർക്കായാലും അത് നല്ല ഡിഫിക്കൽട്ടായിരിക്കുമെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പോയി സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യൂൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ സ്റ്റോറേജിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു ചെറിയ തടിക്കഷ്ണം താഴെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ആ ഡോറ് അകത്തുനിന്ന് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ തുറക്കാനൊക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് പോകുന്നത്. ഇവനകത്ത് നിൽക്കുന്ന സമയത്ത് അവനെ പിന്തുടർന്ന് ചോയ് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഇവൻ എന്തെല്ലാം സാധനങ്ങളാണ് എടുക്കുന്നതെന്ന് നോക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ഡോർ അടയ്ക്കല്ലേ എന്ന് യൂൻ പറയുന്നതിന് മുമ്പ് അവനത് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ യൂൻ ചോദിക്കുന്നു, അയ്യോ നീ എന്തിനാ ആ ഡോർ അടച്ചത്, അതിന് തുറക്കാനൊക്കില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, നീ എന്താടാ ഇത് നേരത്തെ പറയാത്തേന്ന്. അപ്പോൾ യൂൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാ പറയുന്നത്, ഞാൻ പറയുന്നതിന് മുമ്പേ നീ അതിന് ഡോർ അടച്ചില്ലേ എന്ന്. അപ്പോൾ ചോയ് പറയുന്നു, അത് സാരമില്ല, ഞാനിപ്പോൾ ആരെങ്കിലും കോൾ ചെയ്തിട്ട് പറയാം ഇവിടെ വന്ന് ഈ കതക് തുറക്കാനായിട്ടെന്ന്. അങ്ങനെ അവൻ ഫോൺ നോക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നു രണ്ടുപേരും പെട്ടിരിക്കുകയാണെന്ന്. ചോയ് അങ്ങനെ നിൽക്കുകയാണെങ്കിലും അവന് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഇതിനകത്ത് കുടുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് യൂൻ ചോദിക്കുന്നു, അല്ല നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നീന്ന്. അപ്പോൾ ചോയ് പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല വന്നത്, ഞാൻ കേട്ടായിരുന്നു നീ നിൻ്റെ ഡിഷിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് വരികയാണെന്ന്. അപ്പോൾ ഞാൻ കരുതി വന്ന് അത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് യൂൻ ചോദിക്കുന്നു, നീ അപ്പോൾ എല്ലാ കാര്യങ്ങളും കേട്ടോ എന്ന്. അപ്പോൾ ചോയ് പറയണ്, നീ ആദ്യം ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെപ്പറ്റി നല്ലതുപോലെ അറിഞ്ഞിരിക്കണമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. ആ റൂമിലാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ കുറവാണ്, കാരണം അത് സ്റ്റോറേജ് അല്ലേ. രണ്ടുപേർക്കും കുറച്ച് സമയത്തിന് ശേഷം നല്ലതുപോലെ തണുക്കുന്നുണ്ട്. ചോയ് ആണെങ്കിൽ പെട്ടെന്ന് എന്നെ യൂനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഓക്കെ ആണെന്ന്. അപ്പോൾ ചോയ് പറയുന്നു, നിന്നെ കണ്ടിട്ട് നീ ഓക്കെ ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് പെട്ടെന്ന് എന്നെ അവനെ തണുക്കാതിരിക്കാൻ വേണ്ടി ചോയ് അവൻ്റെ ഏപ്രിനെടുത്ത് യൂന് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം യൂൻ അവനോട് ചോദിക്കുകയാണ്, അല്ല നീ അല്ലേ പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നീ കേട്ടെന്ന്, പിന്നെ നീ എന്താ ഒന്നും പറയാതിരുന്നത്, ഇതുപോലെയല്ലേ നീ റൂമേഴ്സിനെ പറ്റിയുള്ളതിനും ഒരു മറുപടിയും കൊടുക്കാതിരിക്കുന്നതെന്ന്. അപ്പം യൂൻ പറയുന്നത് കേട്ടിട്ട് ചോദിക്കുന്നു, അല്ല നിനക്കെങ്ങനെ അറിയാം ഇതെല്ലാം റൂമേഴ്സ് ആണെന്ന്. അപ്പോൾ അവൻ പറയണ്, നീ കുറച്ച് വാശിക്കാരനൊക്കെയാണ്, പക്ഷേ എന്നാലും നീ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. അപ്പോൾ ചോദിക്കുന്നു, പിന്നെ നീ എന്താ എപ്പോഴും പറയുന്നത് എനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരു ബേസിക്സും ഇല്ലെന്ന്. ഇത് കേട്ടിട്ട് യൂനാണെങ്കിൽ ഒന്നും പറയാതെ അവനോട് സോറി മാത്രം പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ചോയ് ആണെങ്കിൽ അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്നെ ഇഷ്ടമേ അല്ലേ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നു. യൂനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ചോയ് അവനോട് പറയാണ്, എനിക്ക് ആദ്യമൊന്നും ഈ കുക്കിങ്ങിനോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, പിന്നെ നീ എന്താ കുക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചോയ് പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കുക്ക് ചെയ്താൽ നമുക്ക് തന്നെ അത് കഴിക്കാമല്ലോ വിശപ്പ് വരുമ്പോഴെന്ന്. പിന്നെ ചോയ് ആണെങ്കിൽ യൂനെ ഹഗ് ചെയ്യുന്നുണ്ട്. അത് നല്ല സന്തോഷത്തോടെയാണ് ഹഗ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിന് ശേഷം അവരവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്ത് യൂനാണെങ്കിൽ ചോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. ആ മെസ്സേജ് ചോയ് കാണുന്നുണ്ട്. അതിന് റിപ്ലൈ ചെയ്യാമെന്ന് കരുതി വരുന്ന സമയത്ത് ലോറ കോൾ ചെയ്യുന്നു. ചോയ് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ അവൾ ചോദിക്കുന്നത്, അല്ല യൂൻ്റെ കാര്യം എങ്ങനെ പോകുന്നു എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊക്കെ നല്ലതായിട്ട് തന്നെ പോകുന്നെന്ന്. അപ്പോൾ അവൾ പറയുന്നു, നീ കുറച്ചുകൂടി യൂനിൻ്റെ അടുത്ത് അടുക്കാനായിട്ട് ശ്രമിക്കണമെന്ന്. ലോറ സംസാരിച്ചതിന് ശേഷം ചോയ് അവളോട് ചോദിക്കുകയാണ്, അല്ല ലോറ നീ എന്തിനാ ഇങ്ങനെയല്ല യൂനിനോട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലോറ പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഏതെങ്കിലും പുതിയ ഡിഷ് കൊണ്ടുവരണമെങ്കിൽ ഞാനും അതിൽ അഭിപ്രായം പറയണം, അതുപോലെ യൂനും അഭിപ്രായം പറയണം. ഞാൻ ഇതിൽ കൂടുതലൊന്നും നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ എന്ന്. ചോയ് ആണെങ്കിൽ ലോറ പറഞ്ഞതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല. അവൾ കോള് കട്ട് ചെയ്തതിന് ശേഷം യൂൻ അയച്ച മെസ്സേജ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സമയത്ത് യൂനാണെങ്കിൽ എനിക്ക് എന്താ എന്തോ ചോയ് റിപ്ലൈ തരാത്തത് എന്ന രീതി
ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ്. യൂനാണെങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് കുറേ ഞണ്ടിനെ അതുപോലെ മറ്റു കുറച്ച് മീനുകളെയും വാരിയെടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് ചോയ് വരുന്നുണ്ട്. ചോയെ കണ്ടിട്ട് അവൻ ചോദിക്കുന്നു, അല്ല ചോയ് നീ എന്താ ഇവിടെയെന്ന്. യൂൻ പറയുന്നത് കേട്ടിട്ട് ചോയ് പറയുന്നു, വീണ്ടും നീ എന്താ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നതാണ് ഞാനെന്ന്. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മീനുകളെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ ചോയ് ആണെങ്കിൽ അവിടെ എത്ര നേരം ഇരുന്നിട്ടും അവന് ഒരു മീനിനെ പോലും കിട്ടുന്നില്ല. ഈ സമയം അവിടെ യൂനാണെങ്കിൽ ഒരുപാട് മീനെ പിടിച്ച് ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ചോയ്ക്ക് മീനിനെ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് യൂനെ നോക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം യൂനാണെങ്കിൽ മീനിനെയും കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, ചോയ് നിനക്ക് എത്ര മീനിനെ കിട്ടിയെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒരു മീനിനെ പോലും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അവൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിനക്ക് ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ലേ എന്ന്. എന്നിട്ട് യൂൻ പറയണേ, എനിക്ക് ഇത്രയും മീനിനെ കിട്ടിയത് മാത്രമല്ല എനിക്കൊരു ഓക്ടോപസിനെയും കൂടെ കിട്ടിയിട്ടുണ്ടെന്ന്. അതിനെ ചോയ്യുടെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അവനാണെങ്കിൽ പേടിയാകുന്നു. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു, നിനക്ക് ഇതിനെയൊക്കെ കണ്ട ഇത്രയും പേടിയാണെന്ന് നിന്നെ കണ്ടാൽ പറയില്ലെന്ന്. എന്നിട്ട് യൂനാണെങ്കിൽ ചോയ്ക്ക് അത് പേടിയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പിന്നാലെ അത് കൊണ്ട് ഓടുന്നുണ്ട്. ചോയാണെങ്കിൽ വേണ്ട നീ ചുമ്മാതിരിക്കാൻ പറയുന്നുണ്ട്. അവസാനം രണ്ടുപേരും ഓടി തളർന്ന് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.